ശരി, ഇനി നീ ഇവിടുന്ന് പൊക്കോ. നീ ആദ്യം ഇത് പറയാ, ആ താടിയുള്ള ആടിന്റെ കൂടെ നീ ഇവിടെ എന്താ ചെയ്യുന്നേ? പൃഥ്വി, അതാ അവന്റെ പേര്. നീ മര്യാദയ്ക്ക് സംസാരിക്കുക. എന്റെയും പൃഥ്വിയുടെ എൻഗേജ്മെന്റ് നടക്കാൻ പോവാ. That too just within a week, okay? What? ഇത്രയും പെട്ടെന്നോ? ഇത്രയും പെട്ടെന്നെന്ന് പറഞ്ഞ എൻഗേജ്മെന്റ് എപ്പോഴും നടക്കേണ്ടതായിരുന്നു. മറ്റു ചടങ്ങുകൾ നേരത്തെ കഴിഞ്ഞതല്ലേ, പിന്നെ ഓരോരോ കാര്യങ്ങൾ ഇടയ്ക്ക് വന്ന് ഡിലേ ആയതല്ലേ. അല്ല, നിങ്ങൾക്കൊക്കെ എന്ത് ധൃതിയായത്? നിനക്കറിയോ, ഇന്നലെ ഏട്ടന്റെയും ഷെളിന്റെയും മൈലാഞ്ചി കല്യാണം ഫിക്സ് ആയി. വാട്ട്? ആ, ഇത്ര പെട്ടെന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയെന്ന്. നീ ആ പൃഥ്വിയോട് ഇത് പറ്റില്ല എന്ന് പറയണം. സർ, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യൂ. ഇത് ലേഡീസ് ചേഞ്ചിങ് റൂമാ. സർ പ്ലീസ്. ഓക്കെ. ഷെർലിൻ ബേബി എന്നോട് പറഞ്ഞത് അവള് ഫീമെയിൽ സെക്ഷനിൽ ഉണ്ടാവുന്നല്ലേ. ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഇത് എവിടെ പോയി കിടക്കുക? കാണുന്നില്ലല്ലോ. ഇവളൊരിക്കലും കറക്റ്റ് സമയത്തിനൊന്ന ചരിത്രം ഇല്ലല്ലോ. ഒന്ന് റിലാക്സ് ചെയ്യടോ. തന്നെ കണ്ടതൊന്നും താൻ എന്റെ സ്ഥാനത്ത് ഏതോ ഭൂതത്തെ കാണുന്നതെന്ന്. ആക്ച്വലി ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല നിന്നെ ഇവിടെ വെച്ച് ഇത്രയും പെട്ടെന്ന് കാണുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ സർപ്രൈസ് ആയിപ്പോയി. അതെ, ഞാനും ആക്ച്വലി ഷോപ്പിങ്ങിന് തന്നെ വന്നേ. ഞാൻ നോക്കിയപ്പോ താൻ ഫോൺ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ തന്റെ അടുത്തൊന്നും വിഷയാന്ന് കരുതി. അത് ഞാനൊരു ജോക്ക് വായിച്ചതാ, ആൻഡ് ഇറ്റ് വാസ് റിയലി ഫണ്ണി. അതുകൊണ്ടാ ഞാനിങ്ങനെ ചിരിച്ചോണ്ട് നടന്നത്. ആണോ? എന്നാ പിന്നെ പറയേ, ഞാനൊന്ന് കേക്കട്ടെ. ജോക്ക് എന്താന്ന് എനിക്ക് അറിയണമല്ലോ. അല്ല പൃഥ്വി, ഹായ്. നിങ്ങൾ എന്താ ഇവിടെ? ജോക്കും കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഫോണിൽ ജോക്ക് വായിക്കായിരുന്നു. ആക്ച്വലി എന്റെ ഭാവി വധു പറഞ്ഞിരുന്നു അവള് ഇവിടെ കാണുമെന്ന്, ഫീമെയിൽ സെക്ഷനിൽ. പക്ഷേ അവളെ ഇവിടെ എങ്ങും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പ്രീത ഇവിടെ ഉണ്ടോ? ഐ മീൻ തന്റെ കൂടെ ഇവിടെ വന്നായിരുന്നോ? യാ. ഓ, താങ്ക് ഗോഡ് ഇവന്റെ മൈൻഡ് ഡൈവേർട്ടായി. ഇനി ഇവനെ വെറുതെ ജോക്ക് കേൾപ്പിക്കേണ്ടി വരില്ല. പക്ഷെ കണ്ടില്ലേ, പ്രീതയുടെ പേര് പറഞ്ഞപ്പോ തന്നെ ബോധം കെട്ടതുപോലെയായി. വാട്ട് എ കോഇൻസിഡൻസ്. ഐ മീൻ സർപ്രൈസിംഗ്. യാ, ആക്ച്വലി ഐ തിങ്ക് അവൾ ഇങ്ങോട്ടേക്ക് വരാത്തത് ഷീ മസ്റ്റ് ബി ട്രൈങ് ഓൾ ദി ഡ്രസ്സസ് ട്രയൽ റൂമിലെ. ഞാൻ അവൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത കുറച്ച് ഡ്രസ്സസ് ഉണ്ട്. അത് അവൾക്ക് ചേരുവല്ലോ നോക്കിയാണ്. ഐ വിൽ ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക്. നോക്കട്ടെ. രോഹിത്, നിനക്കറിയോ ഞാൻ വളരെ സന്തോഷത്തിലാണ്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ സന്തോഷം നിന്നോട് ഷെയർ ചെയ്യണമെന്ന്. ഓ ഷുവർ, പ്ലീസ്. എന്റെയും പ്രീതയുടെയും എൻഗേജ്മെന്റ് തീരുമാനിച്ചു. ഞങ്ങൾ ഉടനെ തന്നെ എൻഗേജ്ഡ് ആവാൻ പോവുകയാണ്, ഒരാഴ്ചക്കുള്ളിൽ. ഓ റിയലി? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. രോഹിതേട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. അല്ല, ഞാൻ കരുതി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാന്ന്. എന്തായാലും പൃഥ്വി, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഐ വിൽ ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ഇഫ് ഷീ ഈസ് ഡൺ വിത്ത് ഹർ ട്രയൽസ്. ഇങ്ങോട്ടേക്ക് വരാൻ പറയാം. അപ്പൊ നിനക്ക് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാലോ. ഷുവർ. താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. രോഹിതേട്ടാ, ഇതിൽ രണ്ടിലേതാ നല്ലത്? ഇത് കൊള്ളാം. എക്സ്ക്യൂസ് മീ, ഇത് മതി. രോഹിതേട്ടാ, പോവാം. നെവർ മൈൻഡ്. എന്താ പറയാ, നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വാട്ട്? ഞാൻ ഈ ഡ്രസ് ട്രൈ ചെയ്യണോ? നിന്റെ തലയ്ക്ക് വട്ടാണോ? നീ ഇവിടെ എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ എങ്ങനെയാ ട്രൈ ചെയ്യാനാ? അതിനിപ്പോ എന്താ കുഴപ്പം പ്രീത അറക്കൽ? ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോ ഒരേ റൂമിൽ എല്ലാവരും ഒരുമിച്ച് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നേ. ആർക്കും ഒരു പ്രോബ്ലം ഇല്ല. ഓണസ്റ്റ്ലി യു ആൻഡ് മീ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്, ലൈക്ക് ബെസ്റ്റ് ബഡീസ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ ഇതുപോലെ പറ്റില്ലേ? പിന്നെ ഇത് കിരൺ നമ്പ്യാരുടെ പക്ക പ്രോമിസാ. ഞാൻ നിന്നെ ട്രൈ ചെയ്ത് നോക്കാനൊന്നും പോകുന്നില്ല. സീരിയസ്? വായി തോന്നിയല്ല വിളിച്ചു പറയണോ? ക്രിക്കറ്റ് ടീമിൽ എല്ലാവരും ആണുങ്ങളല്ലേ, എല്ലാവരും ഒരുമിച്ച് ചേഞ്ച് ചെയ്താലോ എന്താ പ്രശ്നം? പക്ഷെ ഞാൻ ഒരു പെൺകുട്ടിയാണ്. നീ എന്താ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോവാണോ? പിന്നെ ഫ്രണ്ട്ഷിപ്പിന് അതിന്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്റെ പ്രീത അറക്കൽ, നീ ഒരു നോർമൽ പെൺകുട്ടിയാ അല്ലല്ലോടി. ഐ മീൻ എന്റെ മറ്റ് ഗേൾ ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ അവർക്കാണ് ഈ ഓഫർ കിട്ടിയിരുന്നെങ്കിൽ ഈ കിരൺ നമ്പ്യാരുടെ കൂടെ ഈ സെയിം ചേഞ്ചിങ് റൂമിൽ അവർക്ക് ബ്രേക്ക് ഡാൻസ് കളിക്കാൻ തുടങ്ങുമായിരുന്നടി. എന്റെ കൂടെ ചേഞ്ച് ചെയ്യാൻ കിട്ടുന്ന അവസരമല്ലേ അവർക്ക്. ഹലോ,
ഞാൻ ശരിക്കും ഒരു നോർമൽ ആൻഡ് നല്ലൊരു പെൺകുട്ടിയാണ്. നിന്റെ എല്ലാ ഗേൾ ഫ്രണ്ട്സും ഉണ്ടല്ലോ, അതായത് വട്ടുപിടിച്ചതും മെന്റലും അബ്നോർമലും ആണ്. മനസ്സിലായോ നിനക്ക്? ഇനി നീ ഇവിടുന്ന് പുറത്തിറങ്ങിക്കോ. ഇപ്പൊ തന്നെ നീ ഇവിടുന്ന് പുറത്തിറങ്ങിക്കോ. പെട്ടെന്ന് ഇറങ്ങ്. എന്ന് വെച്ചാ എന്തില്ലെന്ന്? ഞാൻ പോവില്ല മോളെ. പുറത്ത് പോകുന്നുണ്ട്. ഒരു മിനിറ്റ്. എന്താ? എടി, ആ പൃഥ്വി പുറത്തുണ്ടെങ്കിലോ? ലെറ്റ് മീ ചെക്ക്. എടി, പൃഥ്വി പുറത്തുണ്ടെന്ന്. Oh my God. ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്ന് അങ്ങ് സംസാരിക്കാം. ഇരിക്കെ. What? ആ അത് ശരി. കള്ളാ. വാവ്, പ്രീത അറക്കൽ, നീ എന്റെ കൂടെ ചേർന്ന് ഇത്രയും ബുദ്ധിമതിയായി മാറിയല്ലേ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കി കളഞ്ഞു. നിനക്കെന്താ ഒരു കാര്യം സീരിയസ് ആയി എടുക്കാൻ പറ്റാത്തെ? പോ ഇവിടുന്ന്. പോ പെട്ടെന്ന്. എടി, ഞാൻ എന്റെ ഷൂസ് ഷൂസ് അല്ല. ശരി ശരി. എന്ത് ഭ്രാന്ത് പിടിച്ചവനാ ഇവൻ. ഓ ഗോഡ്. ഇനി തിരിച്ചു വരാതിരുന്നാ മതി. ഈ തേർഡ് ക്ലാസ് മരമടന് പ്രീതിയെ പോലൊരു പെണ്ണിനെ കിട്ടാൻ പോവാ. ബ്ലഡി റാസ്കൽ. നീ ഇവിടെ എന്താ ചെയ്യുന്നേ ഈ സെക്ഷനില്? അല്ല, നീ എന്ത് ടൈപ്പ് മനുഷ്യനാടാ? എത്ര വൃത്തികെട്ട സ്വഭാവം നിന്റേത്. ആ, എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. നിന്റെ തലയിൽ ഇങ്ങനെയുള്ള ഐഡിയാസിന്റെ പല പുഴുക്കളും ഉണ്ടോ? നിനക്ക് നന്നായി അറിയില്ലേടാ, ഇത് സ്ത്രീകളുടെ ചേഞ്ചിങ് സെക്ഷൻ ആണെന്ന്. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഓ, നീ മനപ്പുറം വന്നേയല്ലേ പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി? ഇപ്പൊ എനിക്ക് മനസ്സിലായി, നീ ഒരിക്കലും നന്നാവില്ല. എന്തൊരു അലവലാതിയാടാ നീ. മറ്റുപലവരും ആയിരുന്നെങ്കിൽ നാണക്കേട് കൊണ്ട് തൂങ്ങി ചത്തേനെ. പക്ഷെ നീ, ഷെയിം ഓൺ യു. നിനക്ക് എന്നോട് സംസാരിക്കാനുള്ള യോഗ്യതയില്ല, മനസ്സിലായോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ പ്രീതിയെ ഫോൺ ചെയ്ത് പറയാം നീ ഇവിടെ എന്താ ചെയ്യുന്നേന്ന്. ഇതോടെ നിന്റെ കല്യാണം മുടങ്ങിക്കോളും, നോക്കിക്കോ. നീ കഴിഞ്ഞോ? നിന്റെ വിവരക്കേട് തീർന്നെങ്കിൽ പറ, ബാക്കി ഞാൻ പറയാം. ഞാൻ ഇവിടെ വന്നത് എന്തിനെന്നറിയാമോ? പ്രീത ഇവിടെ ഉണ്ട്, ഈ ട്രയൽ റൂമിൽ. അവളെ ഡ്രസ് ചേഞ്ച് ചെയ്യുകയാണ്, ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്യുകയാണ്. വണ്ടർഫുൾ. അത് ശരി, നീ വെറുതെ എന്റെ ഒരു കോളിന്റെ പൈസ കളഞ്ഞില്ല. ഇപ്പൊ തന്നെ അവളോട് പറഞ്ഞേക്കാം. പ്രീത, ഞാൻ പറഞ്ഞില്ലേ, പ്രീത ഡ്രസ് ചേഞ്ച് ചെയ്യുകയാണ്. അവൾ തനിയെ പുറത്തു വന്നോളൂ. ചേഞ്ച്? അവൾ ഇപ്പൊ അവളുടെ ഡ്രസ് ചേഞ്ച് ചെയ്യാം, പിന്നെ അവൾ മൈൻഡ് ചേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞ് അവളുടെ തീരുമാനം ചേഞ്ച് ചെയ്യും. നിന്നെ കല്യാണം കഴിക്കാനുള്ള തീരുമാനം. നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം ഞാൻ മുടക്കിയിരിക്കും, നോക്കിക്കോ. നിനക്ക് വട്ടാണോ അതോ നിന്റെ തലയ്ക്കകത്തൊന്നുമില്ലേ? പ്രീതി, ഐ വാസ് ജസ്റ്റ് ജോക്കിംഗ്. ഇതൊരു തമാശയായിരുന്നു. യാ ബ്രദർ, ഹൗ ഇസ് ലൈക്ക് ഓൾ കൂൾ? നീ ചോദിക്കാൻ വരുന്നത് ഇതല്ലേ, ഞാൻ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? അതും ഗേൾസിന്റെ ചേഞ്ചിങ് സെക്ഷനിൽ. ആ, ഉത്തരം വളരെ സിമ്പിളാ മോനെ. ഞാൻ ഇവിടെ വന്നത് പ്രീതിയുടെ അഫയറിന് വേണ്ടിയാണ്. ഡു യു ഗെറ്റ് ഇറ്റ്? നോക്ക്, ഇത് കുറച്ച് കൂടിപ്പോയി. ഓക്കെ, നീ നിന്റെ എല്ലാ പരിധികളും പരമാവധി ക്രോസ് ചെയ്ത് കഴിഞ്ഞു. യു ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് നൗ. പിന്നെ നിന്റെ ജോക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിന്റെ കൂടെ കളിക്കുന്ന പ്ലേയേഴ്സിനോട് മതി, എന്നോട് വേണ്ട. മനസ്സിലായോ? ജോക്സ് ഒക്കെ എപ്പോഴേ കഴിഞ്ഞു പൃഥ്വി. ഇപ്പൊ കാര്യം സീരിയസ് ആണ്. ഇനി നീ കണ്ടു എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. പൃഥ്വി, ഇതെങ്ങനെയുണ്ട് കാണാൻ? ഒരു കാശിനും കൊള്ളില്ല. നിന്നെ കാണാൻ വളരെ പ്രിറ്റി ആയിട്ടുണ്ട്. ഒന്നിനും കൊള്ളില്ല പെണ്ണെ. നീ പോയി ചേഞ്ച് ചെയ്തിട്ട് വാ. ചെല്ല്. ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ്. എനിക്കിതില് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇത് കാണാൻ നന്നായിട്ടുണ്ട് അല്ലേ? ഓഫ് കോഴ്സ്, കുഴപ്പമൊന്നുമില്ല. ഞാനല്ലേ നിനക്ക് ഈ ഡ്രസ് സെലക്ട് ചെയ്ത് തന്നത്. Isn't it? Right. Excuse me. Yeah.
കണ്ടില്ലേ? ആരും ചോദിക്കാതെ അഭിപ്രായം പറഞ്ഞതിന് കിട്ടിയില്ലേ? പ്രീത ഏത് ഡ്രസ് ധരിക്കണോ അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കും. യു നോ വൈ? കാരണം പ്രീതയുടെ വിവാഹം ഞാനുമായിട്ടാണ്, നീയുമായിട്ടല്ല. റൈറ്റ്? നീ പറയുന്നൊക്കെ കേൾക്കാം എനിക്ക്. പക്ഷേ ഇത് കൺഫേം ആണോ അതോ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഒരു കാര്യം ചെയ്യാ, എഴുതി വച്ചോ നീ. ഡോണ്ട് ഡിസ്റ്റർബ്. ഓക്കെ? യാ ബ്രോ. യാ, ഒരു ജോക്കറിനെ കണ്ടുമുട്ടി. ആ, പ്രീതയും കണ്ടായിരുന്നു ഞാൻ. യാ, ഓക്കെ. യാ, ഇത് പെർഫെക്റ്റ് ആണ്. ഇത് തന്നെ മതിയാകും. റൈറ്റ് പൃഥ്വി? അല്ല, നിന്നെ ഇങ്ങോട്ട് പ്രീതയെ വിളിക്കാൻ വേണ്ടിയല്ലേ ഏട്ടൻ പറഞ്ഞു വിട്ടത്. ആ, പ്രീത ഇവിടെ ഉണ്ടല്ലോ. പ്രീത, ഒരു 2 മിനിറ്റ് ഏട്ടൻ വിളിക്കാൻ നിന്നെ. അങ്ങോട്ട് ചെല്ല്. പോവാം നമുക്ക്. ഓ, ഈ കിരൺ നമ്പേരുടെ ആറ്റിറ്റ്യൂഡ്. എന്നാ ശരി, ഇന്ന് ഞാൻ കൈ തന്നപ്പോ നീ തട്ടി മാറ്റിയല്ലേ? ഇനി നീ വീഴുവാണെങ്കിൽ ഞാൻ പിടിക്കാനും പോകുന്നില്ല. അങ്ങ് വീഴട്ടെ, അപ്പം മനസ്സിലാക്കും എന്റെ വാല്യൂ എന്താണെന്ന്. അമ്മയൊന്നും നോക്കിയാതെ ആരാണെന്ന്. ശരി, നോക്കാം. അല്ല, രാധിക മോളോ, വരൂ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? ഇത് നിന്റെ തന്നെ വീടല്ലേ? മോളെന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് ഇരിക്കുന്നത്. വരൂ, ഇങ്ങോട്ടിരിക്കും. അമ്മയുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു മോളെ. ആ, പിന്നെ സരള ജാനകിക്ക് എങ്ങനെയുണ്ട്? അവക്കിപ്പോ കുറവുണ്ട്. അവളിപ്പോ നല്ല ഉറക്കത്തിലാ. ഭഗവാൻ സഹായിച്ചു. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. അതെ. എന്തു പറ്റി അമ്മേ? രാവിലെയായിട്ട് അമ്മയുടെ മൂഡ് ഒട്ടും ശരിയല്ലെന്ന് തോന്നുന്നുണ്ടല്ലോ. അത് മോളെ, നിന്നോട് എന്തു മറയ്ക്കാനാ? നിനക്കറിയാമല്ലോ ഇന്നലെ രാത്രി ഈ വീട്ടിൽ എത്ര വലിയ അപകടമാണ് നടന്നതെന്ന്. പക്ഷെ എന്താന്ന് അറിയില്ല, ആർക്കും അത് എന്നോടൊന്ന് പറയാൻ പോലും തോന്നിയില്ല. ഇവിടെ ഇപ്പൊ എനിക്ക് ഒരു വിലയുമില്ല. രാധിക രാവിലെ മുതൽ അമ്മ ഇതന്നെ പറയാ. എന്നോട് ദേഷ്യത്തില. രാധിക തന്നെ ഒന്ന് പറഞ്ഞേ, പൂജ കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുമ്പോ രാത്രി ഏറെ വൈകിരുന്നില്ലേ? അമ്മ മരുന്ന് കഴിച്ചുറങ്ങി. അപ്പൊ ഞാനെങ്ങനെ അമ്മയെ ഉണർത്തും? എന്തേലും ഒന്ന് വന്നു പോയാലോ? ഞാൻ കരുതി ജാനകി ഇവിടെ തന്നെ അടുത്ത എവിടെയെങ്കിലും ഉണ്ടാവുന്നു. അവള് വരൂന്ന് കരുതി. ഇത്രയും വലിയ അപകടം വരൂന്ന് നീ ഒന്നും മിണ്ടാതിരിക്കും സരള. ഞാൻ എന്നോട് നീ ഒന്നും പറയണ്ട. നീ ഇത്രയ്ക്കൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഇന്നു മുതൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു. നോക്കു മോളെ, നീ എന്റെ മോളല്ലേ? നീ എന്നോട് സത്യം ചെയ്. ഇനി അങ്ങോട്ട് നീ എന്ത് വിവരങ്ങൾ അറിഞ്ഞാലും നീ എനിക്ക് ഫോൺ ചെയ്ത് അപ്പൊ തന്നെ പറയണം. എന്താ പറയോ? ഭഗവാൻ സഹായിച്ച് സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നും സംഭവിക്കായിരുന്നാ മതി. പക്ഷെ ബൈ ചാൻസ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അമ്മയോട് ഉറപ്പായും പറയും. ഐ പ്രോമിസ്. ഇപ്പൊ സന്തോഷമായില്ലേ? ഇത് കണ്ടോ, ഞാൻ നിങ്ങളോട് പറയാൻ വന്ന കാര്യം അങ്ങ് മറന്നുപോയി. ഈ ഗിരീഷ് ഇത്രയും നേരിട്ട് എവിടെ പോയത്? എന്തായാലും ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കാം. ഇത് കണ്ടോ, വന്നല്ലോ. ഗിരീഷ്, ഞാനെന്തിനാ ഇപ്പൊ ഫോൺ ചെയ്തേ? വേറെ ആരുമല്ല. രാധിക, ഇത് സരള, ഞാൻ നിന്നോട് പറയാൻ എന്താ കാര്യമെന്ന്. ഗിരീഷ്, ആ വീൽ ചെയർ ഇവിടെ വെച്ചിട്ട് നീ പൊയ്ക്കോ. ഓക്കെ മാം, താങ്ക് യു. ഇതൊക്കെ എന്തിനാ? സരളെ, നാളെ രോഹിത്തിന്റെ ഷെർലിന്റെ മൈലാഞ്ചി ചടങ്ങാണ്. അതിനുശേഷം ഒരു ചെറിയ പാർട്ടിയും വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അതിൽ ഉറപ്പായും പങ്കെടുക്കണം. ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഇൻവൈറ്റ് ചെയ്യാൻ വന്നതാ. സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനൊരു അവസ്ഥയില് അവരുടെ രണ്ടുപേരുടെയും മൈലാഞ്ചിടൽ ചടങ്ങ് നടത്താൻ. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ജാനകിയുടെ അവസ്ഥ ഇത്രയും ദുരിതത്തിലായതുകൊണ്ട് എന്ത് ടെൻഷനായിരുന്നു. എനിക്കത്ര ശരിയായി തോന്നിയില്ല. പിന്നെ ഷെർലിന്റെ ചിറ്റമ്മയുടെ വാക്ക് കേട്ട് എനിക്ക് ഒത്തിരി വിഷമമായി പോയി. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് കല്യാണം നടത്താൻ താല്പര്യമില്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ മനഃപൂർവ്വം വൈകിക്കണമെന്നൊക്കെ. അങ്ങനെയൊക്കെ കേട്ടാ പിന്നെ ഞങ്ങൾക്ക് വിഷമം വരില്ലേ? അതുകൊണ്ട് ഞാൻ കരുതി ശരി, മൈലാഞ്ചി ഇടൽ ചടങ്ങ് അങ്ങ് നടത്തിയേക്കാമെന്ന്. അല്ലല്ല, അത് നന്നായതേ ഉള്ളൂ രാധികെ. നീ ഞങ്ങൾക്ക് ഇത്രയും പരിഗണന നൽകുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. പിന്നെ ചിലപ്പോ അവരുടെ ചിറ്റമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട്.
പെൺകുട്ടികളുടെ ഏത് ഫംഗ്ഷൻ ആണേലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ അതും ഇതൊക്കെ പറയും. പിന്നെ നിങ്ങളുടെ വീട്ടിലും വലിയ സന്തോഷത്തിന്റെ ദിവസം തന്നെയാണല്ലോ രോഹിതിന്റെ ഷെർലിന്റെയും മൈലാഞ്ചി ചടങ്ങ്. നീ ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാ. പിന്നെ ജീവിതായ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞങ്ങൾ എല്ലാരും ഉറപ്പായിട്ടും വരും. നിങ്ങൾ എല്ലാവരും കുടുംബം മുഴുവനും വരണം. പിന്നെ ഞാൻ ഈ വീൽ ചെയർ കൊണ്ടുവന്നത് ജാനകിക്ക് വേണ്ടിയാണ്. കാരണം ഉറപ്പായും ജാനകിയും ഫംഗ്ഷനിൽ ഉണ്ടാവണമെന്നാണ് എന്റെ വലിയൊരു ആഗ്രഹം. ഇപ്പൊ അവളുടെ ആരോഗ്യം കുഴപ്പമില്ല. പക്ഷെ നാളത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പറയാനാകില്ല. പക്ഷെ ഞങ്ങൾ അവളെയും കൂട്ടിക്കൊണ്ട് വരാൻ ശ്രമിക്കാം. അതെ, അമ്മ പറഞ്ഞത് വളരെ ശരിയാ. അവക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ അവളെയും കൊണ്ട് വരാം. നമ്മൾ തമ്മിൽ ഒന്നും പറയണ്ട. എങ്കിലും നീ അവളോട് പറയേണ്ടതല്ലേ പ്രീതയുടെയും പൃഥ്വിയുടെയും എൻഗേജ്മെന്റ് ഉറപ്പിച്ച കാര്യം. അത് കൊള്ളാം, ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ. അതെ അമ്മേ, ഇവളുടെ സന്തോഷ വാർത്ത മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് നമ്മുടെ സന്തോഷ വാർത്ത അറിയിക്കേണ്ടതുള്ളൂ. രാധികെ, ഒരാഴ്ച കഴിഞ്ഞ് പ്രീതയുടെയും പൃഥ്വിയുടെയും എൻഗേജ്മെന്റ്. ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. ഇനിയുണ്ടൊരു സന്തോഷ വാർത്ത. എൻഗേജ്മെന്റ് കഴിഞ്ഞ 1.5 ആഴ്ച കഴിഞ്ഞ് കല്യാണം. വാവ്, ഇത് വളരെ സന്തോഷം നിറഞ്ഞ വാർത്തയാണല്ലോ ഞാൻ കേട്ടത്. അതെന്താന്നോ മോളെ, ഇതൊക്കെ കുറച്ച് എടുപിടി എന്നുള്ള തീരുമാനമായിരുന്നു. പൃഥ്വിതേ പ്രീതയുമായി ഷോപ്പിങ്ങിന് പോയിരിക്കുകയാണ്. അത് കൊള്ളാം, ഇത് ശരിക്കും അത്ഭുതകരമാണല്ലോ. രോഹിത്തും ഷെർലിനും കൂടി ഷോപ്പിങ്ങിന് പോയിരിക്കാം മാളിൽ. കിരണിനെയും കൂടെ വലിച്ചോണ്ട് പോയിട്ടുണ്ട്. അത് ശരി, ചിലപ്പോ അവര് വഴിയിൽ കാണാനും മതി. അപ്പോഴവര് പരസ്പരം ഡേറ്റ് പറയുമായിരിക്കും. അത് ശരിയാ പറഞ്ഞത്. ഇവൻ ഒറ്റയ്ക്കാണല്ലോ വരുന്നത്. പ്രീതി ഇതെവിടെയാണ്? രോഹിതേട്ടാ, പ്രീത താനിന്ന് വളരെ സുന്ദരിയായിരിക്കുന്നു കേട്ടോ. എന്താ ഇത്? ഞാൻ ഇട്ടോണ്ട് വന്ന ഡ്രസ്സാണ്. ഞാൻ ഡ്രസ്സിനെ പറ്റി അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് തന്റെ കാര്യം തന്നെയാ. താനിന്ന് വളരെ സുന്ദരിയായിട്ടുണ്ട്. ഓ, ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. താങ്ക് യു. മോസ്റ്റ് വെൽക്കം. കൺഗ്രാചുലേറ്റ് ചെയ്യുന്നേ. അത് ആക്ച്വലി രോഹിത് നമ്മുടെ രണ്ടുപേരുടെയും എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തെന്ന് അറിഞ്ഞപ്പോ എനിക്ക് തന്നെ പേഴ്സണലായിട്ട് കണ്ട് കൺഗ്രാചുലേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായി രോഹിത്തിന്. അതുകൊണ്ട് രോഹിത്തിനോട് പറഞ്ഞു നിന്നെ വിളിച്ചോണ്ട് വന്ന് അദ്ദേഹത്തിന് നിന്നെ കൺഗ്രാചുലേറ്റ് ചെയ്യണമെന്ന്. പ്രീത, നിനക്ക് വേറൊരു ഗുഡ് ന്യൂസ് കൂടിയുണ്ട്. നാളെ ഞങ്ങളുടെ മൈലാഞ്ചി കല്യാണമാണ്. നീ ഉറപ്പായും വരണം. അതും കുടുംബസമേതം തന്നെ നീ വരണം. അത് പിന്നെ നിന്റെ കുടുംബം ഇല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ ഒരു പൂർണ്ണത ഉണ്ടാവില്ല. അതാ. പ്ലീസ് ഉറപ്പായിട്ട് വരണം. പ്രീത, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നല്ലതല്ല, വളരെ നല്ലതാ. രോഹിതേട്ടന്റെ ചോയ്സ് അല്ലേ, സോ ഇറ്റ് ഹാസ് ടു ബി ഔട്ട്സ്റ്റാൻഡിംഗ്. രോഹിതേട്ടാ, ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് വരാം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ റൂം നമ്പർ 5 കാണും. രോഹിത്, നിങ്ങൾക്കറിയോ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് ഒരു ഗുഡ് ന്യൂസ് കൂടിയുണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ. ഉടനെ തന്നെ എന്റെയും പ്രീതിയുടെയും വിവാഹം ഉണ്ടാവും. ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഡേറ്റ് ഫിക്സ് ആവും. പിന്നെ ഡേറ്റ് ഫിക്സ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ഇൻവിറ്റേഷൻ താങ്കൾക്ക് തന്നെ ആയിരിക്കും. ഞാൻ നേരിട്ട് ഒന്ന് വാങ്ങിക്കും. ഇല്ല, അത് പറ്റില്ല. ഞങ്ങളുടെ കല്യാണത്തിന് നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് അല്ലേ. അപ്പൊ ഞാൻ നേരിട്ട് വന്ന് വേണം ഇൻവൈറ്റ് ചെയ്യാൻ. ദാറ്റ്സ് മൈ പ്ലഷർ. പൃഥ്വി, ഹേ, അത് ആക്ച്വലി എന്റെ ഫ്രണ്ടാണ്. ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരാം. എക്സ്ക്യൂസ് മീ. രോഹിതേടാ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോളൂ. പ്രീത,
തനിക്ക് തോന്നില്ലേ തന്റെ ഈ വിവാഹത്തിന് അല്പം തിടുക്കം കൂടിപ്പോയെന്ന്? അത് കൊള്ളാലോ. നിങ്ങളുടെ അനിയനും ഇത് തന്നെ എന്നോട് പറഞ്ഞത്. പക്ഷെ രോഹിത്തേട്ടാ, കല്യാണം നടക്കേണ്ടത് തന്നെയല്ലേ? അങ്ങനെ ധൃതിയുടെ കാര്യമൊന്നുമില്ല. അത് ആക്ച്വലി സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാ. പൃഥ്വി പിന്നെ എന്തോറ്റി? നീ നിന്റെ മനസ്സിലുള്ളത് പറയാ. അതിന് ഞാനെന്താ പറഞ്ഞത്? ഐ മീൻ, നീ ഇവളെ കൺഗ്രാചുലേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ലേ? അവളുടെ എൻഗേജ്മെന്റിന് നീ അത് പറഞ്ഞോ ഇല്ലയോ? പക്ഷെ ഈ കിരൺ നമ്പ്യാർക്ക് വട്ടൊന്നുമില്ല മോളെ. വെറുതെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിന്നെ കൺഗ്രാചുലേറ്റ് ചെയ്യാൻ വേണ്ടി. നിന്റെ കൺഗ്രാറ്റ്സ് ഇവിടെ ആർക്കും വേണ്ട, നിന്റെ കൈ തന്നെ വെച്ചോ. ഞാൻ കൺഗ്രാറ്റ്സ് ഒന്നും പറയാനും പോകുന്നില്ല. പിന്നെ നിനക്ക് ഞാൻ ഒരിക്കലും പറയില്ലടി. ആ, നീ എന്താ ചെയ്യുന്നേ? കോൾ എടുക്ക, ചിലപ്പോ പോലെ അർജന്റ് കാര്യമായിരിക്കും. നീ ഇവിടെ എൻഗേജ്മെന്റിന്റെ കാര്യം വിട്ടേക്ക്. നിന്റെ വിലപ്പെട്ട സമയം വെറുതെ പാഴാക്കി കളയലേ ഏട്ടാ. രോഹിതേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. ആക്ച്വലി ഈ മന്ദബുദ്ധി പറയുന്ന ആരും കേൾക്കാറില്ല. അതുകൊണ്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. ചിലപ്പോ ഇമ്പോർട്ടന്റ് കോൾ ആയിരിക്കും, നിങ്ങൾ അറ്റൻഡ് ചെയ്യും. അത് ജോലിയുടെ എന്തെങ്കിലും ആയിരിക്കും. ഓഫ് കോഴ്സ്, പ്ലീസ്. എക്സ്ക്യൂസ് മീ. ഏട്ടാ, എടി മാരം മണ്ടൻ ഡോങ്കി. മിസ് പാവക്കെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് നിന്നോട് സംസാരിക്കണം. പൊട്ടത്തരം പറയാനുള്ള നിന്റെ ഇന്നത്തെ കോട്ട തീർന്നില്ലേ? നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ? ശരി പറ, എന്താ പറയാനുള്ളത്? എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാ, നിന്റെ എൻഗേജ്മെന്റിന് ഞാൻ വരില്ല. അതെന്താ? കാരണം നിന്റെ മെന്റൽ അവസ്ഥ കണ്ടിട്ട് ആസ് എ ഡോക്ടർ ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടാണോ? അതുകൊണ്ട് നീ എന്റെ എൻഗേജ്മെന്റിന് വരില്ലേ? ഓ മിസ് മെന്റൽ, നീ എന്നോടാണോ ഇതൊക്കെ പറയുന്നേ? ആ, നിന്റെ ബുദ്ധിയുടെ നിലവാരം കണ്ട് ഞാൻ എല്ലാം മറന്നുപോയിക്കൊണ്ടിരിക്കാം. എന്തൊരു കഷ്ടമായതാ. നീ മുഴുവൻ പറഞ്ഞു തരുന്നതിന് മുന്നേ ഞാൻ നിനക്ക് മാപ്പ് തന്നോണ്ടിരിക്കാ പെണ്ണെ. എന്നിട്ട് ഞാൻ മെന്റലാ പോലും. ഓക്കെ ഫൈൻ, ഇനി പറയാമോ എന്താ വരാത്തേന്ന്? അത് ഞാൻ നിന്റെ എൻഗേജ്മെന്റിന് വരാൻ പോകുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ആ താടി വെച്ച ആടിന്റെ അവൻ ചൂസ് ചെയ്ത ഡ്രസ് ഇട്ട് കഴിഞ്ഞാ ഞാൻ വരില്ല. വാട്ട്? ഓ ഗാഡ്, അപ്പൊ നീ അതുകൊണ്ടാണ് എൻഗേജ്മെന്റിന് വരാത്തത്? കാരണം നിനക്ക് ആ ഡ്രസ് ഇഷ്ടമാവാഞ്ഞിട്ട്? ഇതൊക്കെ ഒരു റീസൺ ആണോ? നിനക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ഞാൻ നിന്റെ എൻഗേജ്മെന്റിന് വരാൻ പോകുന്നില്ല. നീ ആ ഡ്രസ് ഇടുകയാണെങ്കിൽ സത്യമായിട്ടും നോക്ക്, ഈ ഡ്രസ് ഇട്. ഈ ഡ്രസ് നിനക്ക് നന്നായിട്ട് ചേരും മറ്റേ ഡ്രസ്സിനെക്കാട്ടിലും. അല്ലെങ്കിൽ വേണ്ട, ഇത് അതിനേക്കാളും അടിപൊളിയാ. നോക്കുമോളെ, ഒരു ഡ്രസ്സായത്, കളറും അടിപൊളിയായിട്ടുണ്ട്. ഓ എന്റെ മന്ന ബുദ്ധി, നിന്റെ തലയ്ക്കകത്ത് ഒന്നുമില്ലേ? എനിക്കെല്ലാം നന്നായി മനസ്സിലാവുന്നുണ്ട്. നിനക്ക് ശരിക്കും ഡ്രസ്സിന്റെ വിചാരമല്ല, നിനക്കുണ്ടല്ലോ വൃത്തിയാണ് ഇഷ്ടമല്ലാത്തത്. അതുകൊണ്ടാണ് നീ വരാത്തത്. ഓ എടി പാവയ്ക്കേ, തല തിരിഞ്ഞവളെ, അവൻ ശരിക്കും അങ്ങനാണല്ലോ. അവൻ ആരും ഇഷ്ടപ്പെടാനാ? നിന്റെ ജഡ്ജ്മെന്റ് തന്നെ അങ്ങനെയാ, ഒന്നിന് കൊള്ളാത്തത്. എങ്കിൽ ശരി, കാര്യം കഴിഞ്ഞല്ലോ. നീ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്തേക്കാം. നിനക്ക് വട്ടാ? എനിക്ക് വട്ടാന്നോ?